നമസ്കാരം. അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇന്ത്യ വിരുദ്ധ നിലപാട് കർക്കശമാക്കുകയും ചൈനയോട് ചായുകയും ചെയ്ത മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു സ്വരം മാറ്റുന്നു. ഇന്ത്യ മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയായി തുടരുമെന്നും ദ്വീപ് രാഷ്ട്രത്തിനുള്ള കടാശ്വാസം തുടരണമെന്നും മുയ്സു അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ 40.9 കോടി ഡോളറിന്റെ അതായത് 3424.04 കോടി രൂപയുടെ കടബാധ്യതയാണ് ഇന്ത്യയുമായി മാലദ്വീപിനുള്ളത്. ഇതിലാണ് ആശ്വാസം തേടിയിരിക്കുന്നത്. വ്യാഴാഴ്ച പ്രാദേശിക മാധ്യമമായ മിഹാരുവിന് നൽകിയ അഭിമുഖത്തിലാണ് മുയ്സു നിലപാട് മാറ്റിയത്. മാലദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായക കക്ഷിയാണ്. അവർ ഒട്ടേറെ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി ഇന്ത്യ തുടരുമെന്ന കാര്യത്തിൽ ചോദ്യമേ ഉദിക്കുന്നില്ലെന്നാണ് മുയ്സു പറഞ്ഞത്. കഴിഞ്ഞ നവംബറിൽ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ശേഷം ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകുന്ന ആദ്യ അഭിമുഖമാണിത്. മുയ്സുവിന്റെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത്. മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് മുയ്സു ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലദ്വീപിലെ 3 മന്ത്രിമാർ അധിക്ഷേപം ചൊരിഞ്ഞതും ബന്ധം വഷളാക്കി. പരമ്പരാഗതമായി മാലദ്വീപ് ഭരണാധികാരികൾ സ്വീകരിച്ചതുപോലെ അധികാരമേറ്റാൽ ആദ്യം ഇന്ത്യ സന്ദർശിക്കുക എന്ന കീഴ്വഴക്കവും മുയ്സു തെറ്റിച്ചു. UAE സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലെത്തിയ മുയ്സു അവരുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുണ്ടാക്കി. ഏറെ ചർച്ചകൾക്ക് ശേഷം മെയ് 10 മുഴുവൻ സൈനികരെയും പിൻവലിക്കാൻ ഇന്ത്യയുമായി ധാരണയിലെത്തി. ഇന്ത്യൻ സൈനികരിലെ ആദ്യ സംഘം മാലദ്വീപിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് മുയ്സുവിന്റെ ചുവടുമാറ്റം. ഏപ്രിലിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത്. ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം അനിവാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുദ്വീപ് രാജ്യമായ മാലദ്വീപിന്. മുൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് 14 ലക്ഷം ഡോളറിന്റെ വായ്പയാണ് മാലദ്വീപ് സ്വീകരിച്ചത്. നിലവിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 3.75 ട്രില്യൺ ഡോളറാണ്. മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 6.5 ബില്യൺ ഡോളറും. ഓരോ വർഷവും 65 ബില്യൺ ഡോളറാണ് ഇന്ത്യക്കാർ വിദേശ യാത്രകൾക്കായി ചിലവഴിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതായത് മാലദ്വീപിന്റെ GDP-യേക്കാൾ 10 മടങ്ങ് അധികമാണ് ഇന്ത്യക്കാർ വിദേശ യാത്രകൾക്കായി ഓരോ വർഷവും ചിലവഴിക്കുന്ന തുക. അതിനാൽ എല്ലാവിധത്തിലും ഇന്ത്യയെ ആശ്രയിക്കുന്ന മാലദ്വീപ് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഇതുകൂടാതെ മാലദ്വീപിന് ഇന്ത്യ നിരവധി പ്രധാന സാമ്പത്തിക ഗ്രാന്റുകളും നൽകിയിട്ടുണ്ട്. അതിൽ മാലിയിലെ ഹുക്കുരു മിസ്കി നവീകരണം, ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ, മറ്റ് ഉഭയകക്ഷി പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്നു. നിസ്വാർത്ഥമായി വായ്പ നൽകിക്കൊണ്ട് ഇന്ത്യ മാലദ്വീപിനെ സഹായിക്കുകയായിരുന്നു എന്ന് വ്യക്തം. അതേസമയം മറുവശത്ത് ചൈനയും മാലദ്വീപിൽ പദ്ധതികൾ തുടങ്ങിയിരുന്നു. എന്നാൽ വൻ തുക വായ്പ നൽകി രാജ്യത്തെ കടക്കണിയിൽ മുക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന് ചൈനയോടാണ് ചായ്വെന്ന് പലതവണ വ്യക്തമായതാണ്. മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ പിടിച്ചെടുക്കാൻ ചൈന പുതിയ നീക്കം നടത്തുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2023 മാലദ്വീപിലേക്ക് വരുന്ന ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പെട്ടെന്ന് കുത്തനെ വർധനവുണ്ടായിരുന്നു. 2022 മാലദ്വീപിലെത്തിയ വിനോദസഞ്ചാരികളിൽ ചൈനക്കാർ 27ാം സ്ഥാനത്തായിരുന്നു. 2023 അത് 3ാം സ്ഥാനത്തെത്തുകയുണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാലദ്വീപ് ചൈനയിൽ നിന്ന് വൻതുക വായ്പ എടുത്തിരുന്നു. കണക്കുകൾ പ്രകാരം നിലവിൽ മാലദ്വീപിന്റെ GDP ഏകദേശം 6.5 ബില്യൺ ഡോളറാണ്. അതേസമയം മാലദ്വീപിന്റെ ബജറ്റിന്റെ 10% ചൈനയുടെ കടം തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അടിസ്ഥാന സൗകര്യം, വ്യാപാരം, ഊർജം എന്നീ മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന മാലദ്വീപിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ചൈനയും മാലദ്വീപും സംയുക്തമായി ദ്വീപുകളിൽ ഹോട്ടലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത്തരം നിരവധി പദ്ധതികൾ വ്യക്തമാക്കുന്നത് ഭാവിയിൽ വായ്പകൾ കൃത്യസമയത്ത് തിരികെ നൽകിയില്ലെങ്കിൽ മാലദ്വീപിലെ ദ്വീപുകൾ ചൈനയുടെ കൈകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ്.